നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. 18ാം ദിവസത്തിലേക്ക് കടക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തിനെതിരെ വീണ്ടും നടപടിയുമായി പോലീസ്. മഹാസംഗമത്തിൽ പങ്കെടുത്ത 14 പേർ കൂടി പോലീസ് നോട്ടീസ് അയച്ചു. ഗതാഗത തടസ്സമുണ്ടാക്കി അന്യായമായി സംഘം ചേർന്ന് നടത്തുന്ന സമരം നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് കന്റോൺമെന്റ് പോലീസ് നോട്ടീസ് നൽകിയത്. 48 മണിക്കൂറിൽ സ്റ്റേഷനിൽ ഹാജരാകണം എന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ പോലീസിനെ കൊണ്ട് അടിച്ചമർത്താമെന്ന് കരുതുന്നത് പിണറായി സർക്കാരിന്റെ വ്യാമോഹം മാത്രമാണെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി തയ്യാറായാൽ അരമണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കാവുന്ന സമരമാണ് ധാർഷ്ട്യം കാരണം കഴിഞ്ഞ 2 ആഴ്ചകളായി വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും ജനദ്രോഹ സർക്കാരിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങാൻ സമയമായെന്നും ചെന്നിത്തല പറഞ്ഞു. സമരം ചെയ്തതിന്റെ പേരിൽ ആരെയും പിരിച്ചുവിടാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ. ആശാ വർക്കർമാരുടെ സമരത്തിൽ പങ്കെടുത്ത അദ്ദേഹം ആദ്യം ആശാ വർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുകയാണ് വേണ്ടതെന്നും കൂട്ടിച്ചേർത്തു. ആശമാർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്നും ഓണത്തേറിയും വർദ്ധിപ്പിക്കണമെന്നും നിലപാടെടുത്തു. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി നടൻ സലീം കുമാർ സമരത്തിൽ അന്യായമായി ഒന്നുമില്ലെന്നും ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണെന്നും സലീം കുമാർ പറഞ്ഞു. സർക്കാർ സമരത്തെ നിരന്തരമായി അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് സലീം കുമാറിന്റെ ഈ പ്രതികരണം. ചൂരൽമല മുണ്ടക്കായി ദുരന്തബാധിതരുടെ പുനരധിവാസം വൈകുന്നതിൽ ഖേദം പ്രകടിപ്പിച്ചു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാൻ വൈകുന്നത് ദുരന്തബാധിതരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയാണെന്നും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസ് നിരീക്ഷിച്ചു. KPC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുന്നത് ഹൈക്കമാൻഡ് തീരുമാനമെന്ന് KPC അധ്യക്ഷൻ കെ സുധാകരൻ. ഹൈക്കമാൻഡ് എന്ത് തീരുമാനം അനുസരിക്കുമെന്നും മാറ്റിയാൽ എന്താണ് കുഴപ്പമെന്നും ഹൈക്കമാൻഡ് മാറ്റണം എന്നാണെങ്കിൽ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്നും സുധാകരൻ പറഞ്ഞു. തനിക്കൊരു പരാതിയുമില്ലെന്നും താൻ തൃപ്തനാണെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു. പോഡ്കാസ്റ്റിലെ നിലപാടുറച്ചു ശശി തരൂർ. 15 ദിവസങ്ങൾക്കുള്ളിൽ നിലപാട് മാറില്ലെന്നും എന്നാൽ ഒരിക്കൽ പറഞ്ഞ കാര്യം ആവർത്തിക്കില്ലെന്നും പോഡ്കാസ്റ്റ് കേൾക്കാതെയാണ് പലരും വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും തരൂർ പറഞ്ഞു. അതേസമയം KPC പ്രസ്ഥാനത്ത് കെ സുധാകരൻ തുടരണമെന്നാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹമെന്നും ശശി തരൂർ പറഞ്ഞു. താൻ ഒറ്റയ്ക്കാണ് നടക്കുന്നതെന്നും ആരും നടക്കാത്ത വഴിയിലൂടെ നടക്കുന്നതാണ് ധൈര്യമെന്നും ഭൂരിപക്ഷമല്ല എപ്പോഴും ശരിയെന്നും ശശി തരൂർ പറഞ്ഞു. ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസുകാരനാണെന്നും അദ്ദേഹം UDFന്റെ നല്ല പ്രചാരണമാണെന്നും പാണക്കാട് സാദിഖ് അലി തങ്ങൾ. തരൂരിനെ പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നും ക്ലബ് പുള്ളർ ആയ രാഷ്ട്രീയ നേതാവാണ് തരൂരെന്നും മുന്നിടെ കെട്ടർ ഭദ്രമാക്കി വെക്കണമെന്നും തെരഞ്ഞെടുപ്പിന് ഇനി അധികം സമയം ഇല്ലെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. സമസ്തയ്ക്കെതിരെ ഒന്നും ഉണ്ടാവില്ലെന്നും ആശാപ്രവർത്തകർക്ക് സർക്കാർ നീതി ഉറപ്പാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിലേക്കുള്ള വാഹൻ പോർട്ടൽ സാങ്കേതിക കാരണങ്ങളുടെ പ്രവർത്തനരഹിതമായി എന്ന് MVD. ഇതിനാൽ ഫെബ്രുവരി 22 മുതൽ 27 വരെയുള്ള കാലയളവിൽ പുക പരിശോധന സർട്ടിഫിക്കറ്റിന്റെ കാലാവധി അവസാനിച്ച വാഹനങ്ങളുടെ മേൽ പിഴ ചുമത്തുന്നത് ഒഴിവാക്കുമെന്നും MVD അറിയിച്ചു. സാധാരണക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ മികച്ച ഇന്റർനെറ്റ് ഒരുക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ KFON പദ്ധതി ഇന്റർനെറ്റ് സേവനത്തോടൊപ്പം വാല്യൂ ആഡഡ് സർവീസ് കൂടി നൽകി വിപുലീകരണത്തിലേക്ക്. OTT പ്ലാറ്റ്ഫോം സേവനങ്ങൾ ഏപ്രിലോടെ യാഥാർത്ഥ്യമാക്കുമെന്ന് KFON അധികൃതർ അറിയിച്ചു. കേരളത്തിന് ആശ്വാസമായി ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. നാളെ സംസ്ഥാനത്ത് വേനൽ മഴ എത്തുമെന്നാണ് വ്യക്തമാകുന്നത്. ഇതുപ്രകാരം ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി ചുങ്കം ദേശീയപാതയിൽ സ്വകാര്യ ബസ് മറിഞ്ഞു. തൃശൂരിലേക്ക് പോകുന്ന പാരഡൈസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട മറിഞ്ഞ ബസ് റോഡിന് കുറുകെയാണ് കിടന്നത്. നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റത്. ഇവരെ പുത്തനത്താണിയിലെയും കോട്ടക്കലിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമില്ലെന്നാണ് വിവരം. ഇൻവെസ്റ്റ്മെന്റ് കേരളയിൽ പങ്കെടുത്ത കേരളത്തെ പ്രശംസല കേന്ദ്രമന്ത്രി ജയൻ ചൌധരിയുടെ പ്രസംഗത്തിലെ സന്തോഷം പങ്കുവച്ചു വ്യവസായ മന്ത്രി P. രാജീവ്. ഇന്ത്യയെ ഡെവലപ്പ് ചെയ്യുന്ന ഗേറ്റ്വേ കേരളമാണെന്നാണ് കേന്ദ്ര സ്കിൽ ഡെവലപ്മെന്റ് എന്റർപ്രണർഷിപ്പ് സഹമന്ത്രി ജയന്ത് ചൌധരി പറഞ്ഞത്. ജയന്ത് ചൌധരിയുടെ വാക്കുകൾ ഓരോ മലയാളിക്കും ഈ നാടിനുമുള്ള അംഗീകാരമാണെന്നാണ് വീഡിയോ പങ്കുവച്ചുകൊണ്ട് P. രാജീവ് ഫേസ്ബുക്കിൽ കുറിച്ചത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ബാധ്യത നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം. പ്രതിയായ അഫാന്റെ മാതാവ് ഷെമിക്ക് 60 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പണം നൽകിയവർ തിരികെ ചോദിക്കാൻ ആരംഭിച്ചത് കുടുംബം കൂട്ട ആത്മഹത്യ ചെയ്യണമെന്ന തീരുമാനമെടുത്തു. എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയുണ്ടായി. ഇതോടെയാണ് എല്ലാവരെയും തന്നെ കൊല്ലാമെന്ന നിഗമനത്തിലെത്തിയെന്നും അഫാൻ പോലീസിന് മൊഴി നൽകിയെന്ന് റിപ്പോർട്ടുകൾ. കടബാധ്യതകൾ തീർക്കാൻ സഹായിക്കാതെ നിരന്തരം ശാസിക്കുകയും കുറ്റപ്പെടുത്തുകയും മാത്രം ചെയ്തതിലാണ് പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും മുത്തശ്ശിയും കൊല്ലാൻ തീരുമാനിച്ചതെന്നും മൊഴിയിലുണ്ടെന്നും റിപ്പോർട്ടുകൾ. തിരുവനന്തപുരത്ത് വെള്ളനാട്ട് 10 വയസ്സുകാരി ശുചിമുറിയിൽ തൂങ്ങി മരിച്ചത് സഹോദരിയുടെ പിണങ്ങിയ ശേഷമെന്ന വിവരം. വെള്ളാണ്ട് കുളക്കോട് അനുഭവനിൽ ദിൽഷതയാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം. അസ്വാഭാവിക മരണത്തിൽ ആരനാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു.
കോട്ടയത്ത് വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ സർക്കിൾ ഇൻസ്പെക്ടർ അറസ്റ്റിൽ. ചങ്ങനായി സ്വദേശി CP സജീനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ തോപ്പുംപടി സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിരുന്നു. ഏറെ നാളായി സസ്പെൻഷനിലായിരുന്നു. കോട്ടയത്തെ കാൻ അഷർ എന്ന സ്ഥാപനമാണ് തട്ടിപ്പ് നടത്തിയ. സ്ഥാപന ഉടമയായ പ്രീതി മാധുവിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. മുഖ്യപ്രതിയുടെ തട്ടിപ്പ് നടത്താൻ സഹായിച്ച ആളാണ് പോലീസുകാരനായ സഞ്ജയൻ എന്നാണ് വിവരങ്ങൾ. രാജ്യത്തെ അസംഘടിത മേഖല തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ പൌരന്മാരെ ഉൾക്കൊള്ളുന്ന സാർവത്രിക പെൻഷൻ പദ്ധതിക്ക് സർക്കാർ കൊണ്ടുവരാൻ ഒരുങ്ങുന്നു. അസംഘടിത മേഖലയുള്ളവർക്ക് പുറമെ സ്വയം തൊഴിൽ ചെയ്യുന്നവരും വരുമാനമുള്ളവരും പുതിയ പദ്ധതിയുടെ ഭാഗമെന്നാണ് കരുതുന്നത്. 10ാം ക്ലാസ്സിൽ 2 ബോർഡ് പരീക്ഷാ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ മറ്റൊരു അവസരം നൽകാനാണെന്ന് CBSE ചെയർപേഴ്സൺ രാഹുൽ സിംഗ്. ഇതനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് 1 തവണയോ 2 തവണയോ പരീക്ഷ എഴുതാമെന്നും 2 തവണയും പരീക്ഷ എഴുതാൻ തീരുമാനിച്ചാലും വീണ്ടും എഴുതാൻ ആഗ്രഹിക്കാത്ത പേപ്പറുകൾ ഒഴിവാക്കാനും സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CBSE സ്കൂളിന്റെ അഫിലിയേഷൻ നിബന്ധനകളിൽ ഇളവ്. 1 പേരും അഫിലിയേഷൻ നമ്പർ ഉപയോഗിച്ച് സ്കൂളുകളുടെ ശാഖകൾ തുടങ്ങാൻ അനുമതി നൽകിയാണ് പ്രധാന പരിഷ്കരണം. ഓരോ പേരും അഫിലിയേഷൻ നമ്പർ ഉപയോഗിക്കാമെങ്കിലും ഇങ്ങനെ തുടങ്ങുന്ന സ്കൂൾ വിദ്യാഭ്യാസ അടിസ്ഥാന സൌകര്യങ്ങളും മറ്റ് സംവിധാനങ്ങളും പ്രത്യേകം തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് പ്രധാന നിബന്ധന. ദില്ലി സാകേത് സെലക്ട് സിറ്റി മാൾ തിയേറ്ററിൽ തീപിടുത്തം. PVR തിയേറ്ററിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് തീയണച്ചോടെ നിയന്ത്രണ വിധേയമായി. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. ഷോ നടക്കുന്നതിനിടയിലാണ് തിയേറ്ററിലെ സ്ക്രീനിൽ തീപിടുത്തം ഉണ്ടായത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ രാജ്യവുമായി നടത്തിയ പരിശോധനയിൽ 21 കോടിയുടെ ക്രിപ്റ്റോ കറൻസി കണ്ടുകെട്ടി CBI. ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് സ്ഥിരമായി വിലക്കണമെന്ന ഹർജിക്കെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചു. അരവിന്ദ് കെജ്രിവാൾ രാജ്യസഭയിലേക്ക് അഭ്യൂഹം തള്ളി ആദ്മി പാർട്ടി. ഡൽഹിയിലെ സൌത്ത് ഏഷ്യൻ സർവകലാശാല വിദ്യാർത്ഥി സംഘർഷം. കോളേജിൽ മെസ്സിൽ മാംസാഹാരം നൽകിയ AUP പ്രവർത്തനത്തിനെ തുടർന്നാണ് സംഘർഷമുണ്ടായെന്ന് SFI ആരോപിച്ചു. മധ്യപ്രദേശിലെ ഭോപ്പാൽ വെച്ച് നടന്ന ആഗോള നിക്ഷേപ ഉച്ചകോടിക്കിടെ ഭക്ഷണപത്രത്തിന് വേണ്ടി പൊരിഞ്ഞ അടി സമൂഹമാധ്യമത്തിന്റെ വീഡിയോകൾ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടു. നാറ്റോ സൈനിക സഖ്യത ആഗോള അംഗത്തിനുള്ള താൽപര്യം യുക്രൈൻ മറക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രതിരോധ ചെലവ് കുത്തനെ കുറയ്ക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനം സ്വാഗതം ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ. സുഡാനിലെ ബാർത്തുമിൽ സൈനിക വിമാനം തകർന്നുകൊണ്ട് 46 പേർ കൊല്ലപ്പെട്ടു. ബാർത്തുമിലെ ഓംദുർമർ നഗരത്തിന് സമീപമുള്ള സൈനിക വിമാനത്താവളത്തിൽ ചേർന്നുള്ള ജനവാസ മേഖലയിലാണ് വിമാനം തകർന്നു. അപകടത്തിൽ സൈനികർക്ക് പുറമെ സാധാരണക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. രഞ്ജി ട്രോഫി ഫൈനൽ തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം വിദർഭ കേരളത്തിനെതിരെ പിടിമുറക്കുന്നു. 1ാം ദിനം അവസാനിപ്പിൽ വിദർഭ 4 വിക്കറ്റ് മാത്രം നഷ്ടപ്പെട്ട് 254 റൺസ് എടുത്തിട്ടുണ്ട്. പുറത്താനാകാതെ 130 റൺസ് എടുത്ത ഡാനിഷ് മെലേവറുടെയും 82 റൺസ് എടുത്ത മലയാളി താരം കരുൺ നായരുടെയും പ്രകടനങ്ങളാണ് വിദർഭയ്ക്ക് കരുത്തായത്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ഇംഗ്ലണ്ട് പുറത്ത്. ഗ്രൂപ്പ് ബിയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ അഫ്ഗാനോട് 8 റൺസ് തോറ്റോടെയാണ് ഇംഗ്ലണ്ട് പുറത്തായത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.